എന്റെ ഹസ്ബൻഡ് ചങ്ക് പൊട്ടിയ ഒരു അവസ്ഥ. കാരണം ഏതോ ഒരു നല്ലൊരു നിലയിൽ നിൽക്കേണ്ട ഞങ്ങള് ഇന്ന് വീടുകളിൽ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എന്റെ ഭാര്യക്ക് ഈ ഒരു അവസ്ഥ വന്നു പോയല്ലോ, നമ്മൾക്ക് ഈ ഒരു അവസ്ഥ വന്നു പോയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രം. ഇനി ആത്മഹത്യ മാത്രമുള്ള രക്ഷ, വേറെ ഒന്നുമില്ല. കുടുംബങ്ങളിൽ പല ഫംഗ്ഷനിലും പോകുന്ന സമയത്ത് പരിഹാസങ്ങൾ മാത്രം. നിന്റെ കാര്യത്തിൽ ഒന്നുമില്ലല്ലോ, എല്ലാരും മുന്നിൽ ചിരിച്ചു നിന്നതല്ലാതെ ഒരു തരത്തിലുള്ള സങ്കടം കാണിച്ചില്ല. ഹസ്ബൻഡ് അടുത്ത് ആ താലിയുടെ ലോക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പണയം വെക്കാം. പാലുകുടി പോലും മാറാത്ത എന്റെ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ സേവ്സ് തുടങ്ങിയിരിക്കുന്നത്. ഇനി മുന്നോട്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഇനി തിരിഞ്ഞ് ബാക്കിലേക്ക് ഒരു കാരണവശാലും നമുക്ക് നോക്കാൻ പാടില്ല. ഞാൻ സെഹന, കോഴിക്കോടാണെങ്കിലും ജനിച്ചു വളർന്നത് കാസർഗോഡ്. ഇപ്പോൾ കോഴിക്കോടിന് സ്വന്തം പേരിൽ തന്നെ അറിയപ്പെടാത്ത വ്യക്തി റീന, അല്ലെങ്കിൽ റീനാസ് കലവറ. ഈ പേരുകളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന പേര്. എന്റെ വീട്ടിലെ വിളിക്കുന്ന പേരായിരുന്നു ഇത്. പക്ഷെ എന്റെ സ്വന്തം പേര് തന്നെ ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു പേരിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ജീവിതം അവസാനിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇന്ന് ഓൺലൈൻ ബിസിനസ് ട്രെയിനർ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ബിസിനസ് ട്രെയിനർ, ബിസിനസ് വുമൺ, പൊതുപ്രവർത്തക എന്നീ നിലകളിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 5 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 5 വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തത് പലതും. വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ഒരു വിജയത്തിന്റെ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ് നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ റീന എന്നുള്ള പേര് പോലും, അല്ലെങ്കിൽ സഹന എന്നുള്ള പേര് പോലും ഒരാൾക്ക് പോലും അറിയപ്പെടാത്ത ഒരു സമയം ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്തു. സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കി സ്വന്തം ഫാമിലിയിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം വീട്ടിൽ തന്നെ നിന്നിട്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. ഇത് എന്റെ മാത്രം സക്സസ്ഫുൾ ലൈഫ് അല്ല. കാരണം ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് എനിക്ക് തീർത്തും പറയാൻ വേണ്ടി കഴിയും. കാരണം ഇത് ഞങ്ങളുടെ വിജയമാണ്. കാരണം ഞങ്ങൾ 2 പേരും നേടിയെടുത്ത വിജയം. ബിഗ് 0 അല്ല, 000. 0-നെക്കാട്ടും എത്രത്തോളം കുറഞ്ഞ സംഖ്യയുണ്ടോ ആ ഒരു ലെവലിൽ നിന്ന് ഇത്രയ്ക്ക് നമ്പർ 1 പൊസിഷനിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം 12 വർഷം മുമ്പ് ചെയ്യാത്ത പണികളില്ലായിരുന്നു. കാരണം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എല്ലാ മേഖലയിൽ നിന്നും ഒറ്റപ്പെട്ട ഒരവസ്ഥ. സ്നേഹിച്ചു. എന്റെ ഹസ്ബൻഡും ഞാനും സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. വീട്ടുകാര് സമ്മതിച്ചില്ല. വീട്ടുകാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലും പ്രഷർ ചെയ്തു. യാതൊരു കാരണവശാലും അവർ സമ്മതിക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ കൂടെ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറപ്പ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും തുടങ്ങേണ്ടായിരുന്നത്. നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, നീ എന്റെ സ്വന്തം, എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് നേരിടാം എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ ആരുടെയും സഹായം കൂടാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത് മുംബൈയിലേക്ക് നാടുവിട്ടു. മുംബൈയിലേക്ക് നാടുവിട്ടത് ഹസ്ബൻഡിന്റെ അച്ഛന്റെ അനിയന്റെ അടുത്തേക്ക്. 2 മാസത്തെ ജീവിതം, മുംബൈയിലെ ജീവിതം. തിരിച്ച് നാട്ടിലേക്ക് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 20,000 രൂപ മാത്രം. ആ 20,000 രൂപ വെച്ചിട്ട് വീട്ടുകാരുടെ മുന്നിലേക്കോ ബന്ധുക്കളുടെ മുന്നിലേക്കോ ഒന്നും പോവാതെ സ്വന്തമായിട്ടൊരു ഫ്രണ്ട്സിന്റെ സഹായത്തോടെ ഒരു ഫ്ലാറ്റ് വാങ്ങി റെന്റിന് വാങ്ങി താമസം ആരംഭിച്ചു. ഇനി എന്താണ് മുന്നോട്ട്? നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എന്താണ് മുന്നോട്ട്? വീട്ടുകാരുടെ ആരുടെയും അടുത്തേക്ക് പോവാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചില്ല. ഇനി എന്ത് മുന്നോട്ട്? ഇനി ഒരു ജോലി കണ്ടെത്താം, അത് മാത്രമേ ലക്ഷ്യം. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പല ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും എത്തി. ഹസ്ബൻഡിന് ഏറ്റവും ക്രേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പുള്ളി ഡ്രൈവിങ്ങിനോട് വളരെയധികം ക്രേസ് ആണ്, വണ്ടികളോട് വളരെയധികം ക്രേസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വണ്ടി എന്ന് പറയുമ്പോൾ കാറ്, ബൈക്ക് അങ്ങനത്തെ വണ്ടികളായിരിക്കും. ഒരിക്കലല്ല, ലോറികളോട് ക്രേസ് ആയിരുന്നു ഹസ്ബൻഡിന്.
അങ്ങനെ ഒരു ലോറി ഫിനാൻസ് ഇട്ടിട്ട് വാങ്ങാന്നുള്ള ആ ഒരു മനസ്സിലൊരു വിശ്വാസം, അത് മാത്രമായിരുന്നു. എന്റെ ജോലി കാര്യങ്ങൾ, ഞാനൊരു ട്രെയിനർ ആയിരുന്നു, അത് എന്നിൽ തന്നെ ഞാൻ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം പുറത്ത് കിട്ടുന്ന ആ ഒരു ഫ്രീഡം, കാരണം എന്താ വെച്ചാൽ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഹസ്ബൻഡ് ജോലി, അത് ആ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം തന്നെ സ്വപ്നം കണ്ടിരുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് പോവാം, ഭാര്യ വീട്ടിലെ കാത്തു നിൽക്കുക, വൈകുന്നേരം വരുന്ന സമയത്ത് കാത്തു നിൽക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു മൈൻഡ് ആയിരുന്നു കല്യാണം കഴിച്ച മുതൽ. 18ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എനിക്ക് 18ഉം ഹസ്ബൻഡിന് 25 വയസ്സ്. അപ്പം ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റും. അപ്പം ഒരു വണ്ടി എങ്ങനെയെങ്കിലും വാങ്ങണം, കാരണം പുള്ളിയുടെ ആ ഒരു ആഗ്രഹം നിറയുന്നത് ലോറിനോടാണ്. ആ സമയത്തൊക്കെ ലോറികൾക്കൊക്കെ നല്ല പണിയുള്ള സമയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, എന്തോ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ സഡൻലി എന്റെ വീട്ടുകാരുടെ മുന്നിലേക്കാണ് വന്ന് ചാടുന്നത്, വന്ന് പെട്ടുവരും. രണ്ട് വാക്ക് എന്നെ കണ്ടപ്പോ, നിനക്ക് സുഖാണോ? സുഖാണ്. എന്താണ് ജോലി? ജോലിയൊന്നും കണ്ടെത്തിയിട്ടില്ല, നോക്കുന്നുണ്ട്. ഓക്കെ. വീട്ടുകാർ അംഗീകരിച്ചോ? ഇല്ല. ഓക്കെ. ഈ 1-2 വാക്കുകൾ ഒതുങ്ങുന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ചോദ്യം. ശരി, നിങ്ങൾ രണ്ടുപേരും തൽക്കാലം മാമന്റെ വീട്ടിലേക്ക് വാ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം, അന്ന് അവിടേക്ക് വാ, സ്വന്തം വീട്ടിലേക്ക് വരരുത് ഒരു കാരണവശാലും. എന്ന് നിങ്ങളുടെ വീട്ടുകാര്, ഹസ്ബൻഡിന്റെ വീട്ടുകാർ അംഗീകരിക്കുന്നു, അന്ന് മാത്രമേ സ്വന്തം വീട്ടിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ തൽക്കാലം നീ മാമന്റെ വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു വാങ്ങും. എന്തിനാണ് വിളിപ്പിച്ചത്, ഏതിനാണ് വിളിപ്പിച്ചത്, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ മാമന്റെ വീട്ടിലേക്ക് പോയി. മാമന്റെ വീട്ടിലേക്ക് പോയപ്പോൾ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പോവല്ലേ, ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയത്. നല്ല കാറൊക്കെ റെന്റിന് എടുത്തിട്ട്, കാരണം വെച്ചാല് മരുമോനെ ആദ്യമായിട്ട് ഫാമിലിയിലേക്ക് കൊണ്ടുപോകല്ലേ, അപ്പൊ ഒരു കുറവും വരുത്തരുത്. അപ്പം റെന്റിന് കാറൊക്കെ മേടിച്ച് ഞങ്ങൾ നല്ല ടിപ്പ് ടോപ്പിലാണ് നമ്മൾ പോയത്. പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ച് ഇറങ്ങാൻ നേരത്ത് എന്റെ പപ്പ ഹസ്ബൻഡിന്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ, എത്രയാണെന്ന് അറിയില്ല, 1 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു. അന്ന് പൈസയുടെ ഇതൊന്നും അന്ന് അറിയില്ലായിരുന്നു. ഒരു കെട്ട് പൈസ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു. തൽക്കാലം ഇത് വെക്ക്, നിന്റെ ആഗ്രഹപ്രകാരം. കാരണം എന്റെ ഫാമിലിക്കും അറിയാം എന്റെ ഹസ്ബൻഡിന് ലോറിനോട് ഒരുപാട് ക്രേസ് ആണ്. അപ്പൊ നിന്റെ ആഗ്രഹപ്രകാരം നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തൽക്കാലം നീ അത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് രൂപ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുത്തു. എന്തിനായിരുന്നു ഒന്നും മനസ്സിലായില്ല. അത് വേണ്ടാന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ അത് വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് കറക്റ്റ് 1 ലക്ഷം രൂപ. അപ്പൊ ഹസ്ബൻഡിന് വെച്ച് എന്ത് ചെയ്യും ഈ ഒരു പൈസ? ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ലോറി എടുക്കാം എന്നാണ്. അങ്ങനെ 1 ലക്ഷം രൂപ എടുത്ത് ലോറി വാങ്ങി. സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ലോറി, നിസാൻ, ഞങ്ങളുടെ ഐശ്വര്യം എന്നറിയാം, ഞങ്ങൾ നിസാൻ ലോറി വാങ്ങി. അങ്ങനെ ലൈഫ്, ബാക്കിയുള്ള പൈസ നമ്മൾ ഫിനാൻസ് ചെയ്തു. ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് പോവാ. 2 months അങ്ങനെ ഞങ്ങൾ ആ ഫ്ലാറ്റിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞു. വീട്ടുകാരായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റോ ഹസ്ബൻഡിനോ എനിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡിന്റെ വീട്ടുകാര് ഹസ്ബൻഡിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വാ വീട്ടിലേക്ക്, നമ്മൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആകെ കൂടി ഒരു ഡിമാൻഡ് കാരണം വെച്ചാൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പാരന്റ്സ് വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോവല്ലേ വീട്ടിലേക്ക്. ഞങ്ങൾ ഓക്കെ പോവാം. അപ്പൊ അവര് ഡിമാൻഡ് ചെയ്തത്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ഡിമാൻഡ് ചെയ്തത് ഒറ്റ ഒരു കാര്യമായിരുന്നു, എന്റെ വീട്ടുകാരായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, പോവാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എങ്ങനെ ഇത് സാധിക്കും? കാരണം എന്റെ വീട്ടുകാരാണ് ആദ്യം നമ്മളെ അംഗീകരിച്ചത്, മനസ്സുകൊണ്ട് അംഗീകരിച്ചത് എന്റെ ഹസ്ബൻഡാണ്. പക്ഷെ എങ്ങനെ? അപ്പൊ ഹസ്ബൻഡ് കൊണ്ട് തൽക്കാലം നീ നിന്റെ വീട്ടുകാരടുത്ത് സജഷൻ ഒന്നും ചോദിക്കുക. അപ്പൊ എന്റെ വീട്ടുകാർക്ക് ഞാനൊന്ന് ഫോൺ ചെയ്തു. അപ്പൊ പപ്പനോട് ഫോൺ ചെയ്ത സമയത്ത് അപ്പൊ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ലൈഫ് എത്രത്തോളം ഹാപ്പിയാണോ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, നിങ്ങളായിട്ട് ഒരിക്കലും വീട്ടിലേക്ക് പോകാൻ പാടില്ല, നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം, ഒരു നിബന്ധന മാത്രമേ എന്റെ വീട്ടുകാർ വെച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു നിബന്ധന എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ അറിയിച്ചു, ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ ഞങ്ങൾ വരുള്ളൂ എന്നുള്ള ആ ഒരു നിബന്ധന. ഓക്കെ, ഫൈനലി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി നിലവിളക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കിട്ടി. എല്ലാ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരുവിധം ആൾക്കാരെ പോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു.
പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നീട് മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് പിന്നത്തെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, എന്റെ വീട്ടുകാർ ഒരു വീട്ടിൽ നിന്ന് അറിയാത്തൊരു വീട്ടിലേക്ക് കയറി വന്നിട്ട് ഈ ഒരു പെൺകുട്ടി കയറി വന്നിട്ട് സ്വന്തം വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു പഴിയായിരുന്നു കേട്ടിരുന്നത്. അപ്പൊ എന്റെ മാമനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തതുകൊണ്ടാ ഇവിടെ പരാതിയാണ് ഇതാക്കാം. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് മാമനും മാമിയും കൂടി വന്ന് സംസാരിച്ചു, ഇതാക്കി. രണ്ട് വീട്ടുകാരും കൂടി നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. രണ്ട് വീട്ടിലും നല്ല രീതിയിലുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി നല്ല സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ലോറി നല്ല കുട്ടപ്പനായിട്ട് പണി എടുത്തോണ്ടുണ്ട്. ഹസ്ബൻഡ് തന്നെയാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. നല്ല ഹാപ്പിയാണ്. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നേരിടേണ്ടി വന്നു. അന്നും ഇന്നും നേരിടേണ്ടി വന്നു. പക്ഷെ അതൊക്കെ ഒരു അതൊക്കെ സഹിച്ചും ക്ഷമിക്കാനുള്ള കഴിവ് എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ ബാക്കിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, നീ ക്ഷമിക്ക്, നമുക്ക് വരും ഒരു ദിവസം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളത്. അത് ലൈഫ് സ്മൂത്ത് ആയിക്കൊണ്ട് പോയിരിക്കുന്ന സമയത്ത് 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് എന്റെ മോൾ ഉണ്ടാവുന്നത്. 2 വർഷത്തിന് ശേഷം. അപ്പൊ ഹസ്ബൻഡ് അതിന്റെ പണികൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതായത് ലോറികളിന്റെ പണികൾ കൂടിക്കൂടി വരുന്ന സമയത്ത് ഞങ്ങൾ ഫിനാൻസ് ഇട്ടിട്ട് വണ്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ലൈഫ് ആൾക്കാരുടെ മുന്നിൽ ലൈഫ് ഹാപ്പി ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും കണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെയും കാത്ത് വീട്ടിൽ നിൽക്കുകയാണ്. എന്റെ മോളെയും നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. നമുക്ക് ഹാപ്പി ആയിട്ട് ഇതാക്കാം. കാരണം വെച്ചാൽ വണ്ടികളുടെ എണ്ണം കൂടുതലാണ്, പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പറയാം, 2 വീട്ടുകാരും നല്ല ബാക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അതായത് ഫിനാൻഷ്യലി നല്ല സപ്പോർട്ടുള്ള കുടുംബമായിരുന്നു എന്റേതും എന്റെ ഹസ്ബൻഡിന്റെയും. അത് വലിയൊരു പോയിന്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ ലൈഫിൽ പലയിടങ്ങളിലും കിട്ടാത്തൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നത്തെ മാറ്റർ. അങ്ങനെ ലൈഫ് സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ ലോറികളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അങ്ങനെ 1 2 2 3 4 ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പണികൾ ഏകദേശം നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഫിനാൻഷ്യലി ചെറുതായിട്ടൊന്ന് ഡള്ളാവാൻ തുടങ്ങിയ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഈ ഒരു ലോറി നമുക്ക് വിൽക്കാം, വിറ്റിട്ട് തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ എന്നാണ്. അങ്ങനെ ഒരു ലോറി നമ്മൾ വിറ്റു. അതിന് ഫിനാൻസിന് ഈ ലോറികൾ കംപ്ലീറ്റ് നിങ്ങൾ ആലോചിക്കണം, ഫിനാൻസ് ഇട്ടിട്ടാണ് വാങ്ങിയത്. അപ്പൊ ലോറിയുടെ ഫിനാൻസ് എത്രത്തോളം ആയിരുന്നു എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ തൽക്കാലം നമുക്കൊരു ആശ്വാസത്തിന് നമുക്കൊരു ലോറി വിൽക്കാം. അങ്ങനെ വിറ്റിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ടേ ഉള്ളൂ. RC നമ്മൾ മാറ്റിയിട്ടില്ല. കാരണം RC മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്താലേ RC മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, നമ്മൾ വിറ്റ് ഒരു ആഴ്ച പോലും കഴിഞ്ഞിട്ടില്ല, ഈ വിറ്റ പാർട്ടിയിൽ നിന്ന് ഇല്ലീഗൽ ആയിട്ട് എന്തോ അറിയില്ല, ഇല്ലീഗൽ ആയിട്ട് എന്തോ മണലോ കാര്യങ്ങളോ എന്തോ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേസായപ്പോഴേക്കും ഈ വിറ്റ ആൾക്കാർ കൂറുമായി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന വിറ്റ, അതായത് നമ്മള് 80,000 രൂപയ്ക്കായിരുന്നു ആ വണ്ടി വിറ്റത്, ബാക്കി ഫിനാൻസ് ആ രീതിയിലായിരുന്നു. അപ്പൊ പാർട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ആ 80,000 രൂപ ഒന്നും വേണ്ട, കേസ് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ തലയൂരി. കാരണം RC ഓണർ നമ്മളാണ്, അത് ചിന്തിക്കണം. അങ്ങനെ ആകെക്കൂടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മണലാണ്. എന്തൊക്കെയോ ഇഷ്യൂസ് അതിനിടയിൽ പലതായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം എന്റെ ബ്രദർ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ബാക്കി നമ്മൾ 2 ലോറിയിൽ ഒരു ലോറിയിൽ ഹസ്ബൻഡാണ് അന്ന് പോകുന്നത്. ഭയങ്കരമായിട്ട് മഴ. ആ മഴ സമയത്ത് രാത്രിയായ സമയത്ത് റോഡിന്റെ സൈഡിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഈ ലോഡ് കൊണ്ടുപോയി ഇറക്കാന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ അവിടെ നിർത്തി. ഹസ്ബൻഡ് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ എന്റെ ബ്രദറിനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതില. ആ സമയത്താണ് നാട്ടിലെ, അതായത് നമ്മുടെ ലോറിയിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, അതായത് നാട്ടിലെ ഒരാള്, ഞാൻ പോയിക്കോളാം എന്ന് നിർബന്ധിച്ചിട്ട്, കാരണം ഗൾഫിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ പഴയ ഒരു ജോലി എടുക്കണം എന്നുള്ള ഒരു മോഹം കൊണ്ട് ഡ്രൈവർ ഹസ്ബൻഡിനെ വിളിച്ചു. റിജുവേട്ടനാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകാനാണ്. അപ്പൊ റിജുവേട്ടനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പൊക്കോളാം, ഞാൻ കൊണ്ടുപോയി ഇറക്കിക്കോളാം ലോഡ് എന്നാണ്. അങ്ങനെ അവൻ വന്ന് നിർബന്ധപൂർവ്വം നമ്മളടുത്ത് ചാവി വാങ്ങി പോയി ഒരു 1/4 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ വരുന്ന ഫോൺ കോൾ, നമ്മുടെ ലോറി ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ ഡ്രൈവർ മരിച്ചു, ക്ലീനർ എന്തോ
അറിയില്ല, അൺകോൺഷ്യസ് ആണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഇരുട്ട് കയറിയ അവസ്ഥ. ഓൾറെഡി ഒരു ലോറി നമ്മളത് പിടിച്ചിട്ട് അതിന്റെ പുറകെ നമ്മൾ തൂങ്ങിയിരിക്കുകയാണ്. അതിന്റെ പുറകെയാണ് ഈ ലോത്. ഡ്രൈവർ മരിച്ചു എന്നുള്ള വിവരം ആ സമയത്ത് അറിഞ്ഞില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പോവുകയാണ്, നിന്റെ കയ്യിൽ കാശ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പെട്ടെന്ന് എന്താക്കി, വണ്ടി എടുത്ത് പോയി അവിടെ എത്തിയപ്പോ അറിയുന്നത് നമ്മുടെ ആ ഡ്രൈവർ സ്പോട്ട് ഔട്ടാണ്. ജ്യൂസി ആയിപ്പോയി. ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. നമ്മുടെ ലോറി ഒക്കെ കൂടി ഉരുണ്ട ഒരു ബോൾ പരുവത്തിലായിപ്പോയി. ക്ലീനർ എന്തോ ബൈ ചാൻസിൽ അടിച്ച അടിയിൽ തെറിച്ചു വീണ് എന്തോ ഇതിൽ രക്ഷപ്പെട്ടു. ലൈഫ് മൊത്തം പോയി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കടത്തിന് മേലെ കടങ്ങൾ. ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 വയസ്സായിട്ടുള്ളൂ. വയസ്സ് നോക്കുമ്പോ 20 വയസ്സ്, എനിക്ക് 20, ഹസ്ബൻഡ് 27 വയസ്സ്. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് വന്ന കടം 65 ലക്ഷം രൂപ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാത്ത അവസ്ഥ. ലൈഫ് മൊത്തം ബ്ലാങ്ക്. ഈ കേസ് കാര്യങ്ങള്, അതിന്റെ ഇടയ്ക്ക് ഈ ആക്സിഡന്റ് ആയിട്ടുള്ള ഫാമിലിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങള്, മൊത്തത്തില് ടോട്ടലി ഞങ്ങൾ ആകെ കൂടി ബുദ്ധിമുട്ടിലായിപ്പോയി. എന്ത് ചെയ്യണം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയും കിട്ടാത്ത ഒരു അവസ്ഥ. കാരണം വെച്ചാൽ മൈൻഡ് കംപ്ലീറ്റ് ഒരു ഇരുട്ട് കയറിയ അവസ്ഥ. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങൾ മാക്സിമം കൊണ്ടുപോയിട്ട് വെച്ചു, പണയം വെച്ചു, വിൽക്കില്ല. കാരണം സ്വർണം അമൂല്യാണെന്ന് പഴമക്കാര് പറയുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണം വിൽക്കാനൊന്നുമില്ല, പണയം വെച്ചു. പണയം വെച്ചിട്ട് പോലും നമുക്ക് കേസിനും കാര്യത്തിനും അല്ലാത്ത കാര്യത്തിനും ഇൻഷുറൻസിന്റെ പുറകെ പോകാനും മാത്രമേ തികയുന്നുള്ളൂ. എങ്ങും എത്താത്ത അവസ്ഥ. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് കുറ്റപ്പെടുത്തലുകള് പുറകിന്ന്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു 2 ഫാമിലിക്കും നല്ല കട്ട സപ്പോർട്ട്. അതിൽ തൽക്കാല ആശ്വാസം മാത്രമായിരുന്നു എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ എന്റെ പപ്പ ജസ്റ്റ് ചെറിയൊരു വിരല് തന്നിട്ട് വന്നു, നീ ഇതിൽ പിടിക്കി, തൽക്കാലം ഇതിൽ പിടിക്കി എന്നുള്ള ആ ഒരു സമാശ്വാസം. എവിടുന്നോ കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസം പോലെ ആ വിരലിൽ കയറി പിടിച്ച്. കാരണം തൽക്കാല ആശ്വാസം. ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കടങ്ങൾ കൂടി വന്നു, പെരുകി വന്നു. ഇനി ജോലിക്ക് പോവാതെ രക്ഷയില്ല എന്നുള്ള മനസ്സിലാക്കി. അങ്ങനെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്ക് പോയാലും അന്നത്തെ 12 വർഷങ്ങൾക്ക് മുമ്പുള്ള സാലറി, എത്ര നല്ല ജോലിക്ക് പോയാലും 6000-7000, അതിലപ്പുറം ഇല്ല. ഈ 6000-7000 വെച്ചിട്ട് നമുക്ക് എവിടെ എത്തിപ്പെടില്ല. ഒരു ബാങ്കിന്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. കാണുന്ന ബാങ്കിൽ കംപ്ലീറ്റും ലോൺ. ഒരാളെ മുന്നിൽ പോലും കൈ എറിഞ്ഞിട്ട് ഒരു 5 രൂപ താ അല്ലെങ്കിൽ ഒരു 10 രൂപ താ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ചോദിച്ചില്ല. ഈ നിമിഷം വരെ ചോദിച്ചില്ല. അന്നും ചോദിച്ചില്ല, ഇന്നും ചോദിച്ചില്ല. കംപ്ലീറ്റ് നമ്മൾ ആശ്രയം കംപ്ലീറ്റ് ബാങ്കിനോടായിരുന്നു. അങ്ങനെ ബാങ്കിന്റെ പലിശ കൂടി വന്ന് കഴുത്തറ്റോളം മുങ്ങി. ആ സമയത്ത് ആകെ കൂടി ആശ്രയം ഒരു ലോറി മാത്രം, നാഷണൽ പെർമിറ്റ് ലോറി മാത്രം ഞങ്ങൾ ആശ്രയം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി നോക്കണ്ട, ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടും, 1 വീക്ക് ഒക്കെ നിൽക്കണം പോയിട്ടുണ്ടെങ്കിൽ. എന്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയി, ലോങ് ട്രിപ്പ് പോയി. 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക. ഈ സമയത്തൊക്കെ മോളെയും കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥയായിരുന്നു വീട്ടില്. ദിവസം കഴിയുന്നതനുസരിച്ച് വീർപ്പ് മുട്ടുന്ന അവസ്ഥ. അവസാനം ഹസ്ബൻഡ് പറഞ്ഞു, കടങ്ങൾ ഒരു വഴി, ബാങ്കുകാരുടെ ഓരോ ഫോണും കാര്യങ്ങളും ഒരു വഴിക്ക്, ഹസ്ബൻഡ് ഇല്ല കൂടെ, ആ കൂടി വിങ്ങി പൊട്ടാ കിടന്നിട്ട് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, നീ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന അവസ്ഥ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ചെറിയൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം, നാട്ടിൽ തന്നെ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന്. അത് ഞാൻ പറഞ്ഞു, ഓക്കെ, നീ പകൽ സമയത്ത് നീ അവിടെ സ്പെൻഡ് ചെയ്യും, അപ്പൊ കുറച്ചും കൂടി റിലാക്സ് ആവും, മൈൻഡ് ഫ്രീ ആവും കുറച്ചെന്നാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബാക്കി പൈസ നുള്ളിപ്പെറുക്കി, ബാക്കിയുള്ള നുള്ളിപ്പെറുക്കിയിട്ട് ഞങ്ങൾ ആ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി കുറച്ച് ലോൺ എടുത്തു, റൂമിന്റെ പേരിൽ, വാടകയ്ക്ക് എടുത്തിട്ടുള്ള റൂമിന്റെ പേരിൽ നമ്മൾ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ നാട്ടിൻപുറത്തെ പോലെ തന്നെ കടങ്ങൾ കൂടുതൽ പോയി.
നമ്മളെ ബുട്ടിക്കില് കടകൾ കൂടുതൽ പോയി, പ്രോഫിറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ 4 വർഷം. ആ സമയത്ത് എന്റെ മോൾക്ക് 2 വയസ്സ് മാത്രം. ഈ മോളെ വെച്ചിട്ട് എനിക്ക് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഞങ്ങളെ ഷോപ്പിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മദ്രസന്റെ ഒരു അംഗനവാടി ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള, അവിടെ കൊണ്ടുപോയി ചേർത്തി. അപ്പൊ 2 വയസ്സായ മോളെ കണ്ടപ്പോ ടീച്ചർ പറഞ്ഞു 2 വയസ്സായിട്ടുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നോക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചർ കണ്ണെത്തും ദൂരത്ത് ഞാൻ ഉണ്ട്, ബുട്ടിക്കിൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മോളെ കൊണ്ട്. അപ്പൊ തൽക്കാലം എന്തിനും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്റെ 2ാം വയസ്സിൽ എന്റെ മോളുടെ പാലുകുടി നിർത്തി ഞാൻ ആ അംഗനവാടിയിലേക്ക്, ആ ഒരു നഴ്സറിയിലേക്ക് എന്റെ മോളെ പറഞ്ഞയച്ചു. 3:30 മണിയാകുന്ന സമയത്ത് എന്റെ മോള് അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുട്ടിക്കിലാണ്. ബുട്ടിക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയൊരു ടേബിൾ ഉണ്ടാവും, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ടേബിള്. ആ ടേബിളിൽ വന്ന ശേഷം കമന്ന് കിടന്നുറങ്ങും എന്റെ മോള്. അപ്പൊ ആൾക്കാർ വരുന്ന സമയത്തേക്കും മോള് വീഴില്ലേ, ഇല്ല മോക്ക് പ്രാക്ടീസ് ചെയ്യും. കാരണം 1.5 വർഷത്തോളം എന്റെ മോള് ആ ഒരു അംഗനവാടി വിട്ട് വന്ന ശേഷം ആ ഒരു ടേബിളിലാണ് കിടന്നുറങ്ങുന്നത്. അവൾക്കും പ്രാക്ടീസ് ചെയ്യാം ആ ഒരു ടേബിള്. അങ്ങനെ ദിവസം പോകുന്നതിനനുസരിച്ചിട്ട് ബുട്ടിക്ക് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കാരണം റെന്റ് കൊടുക്കാനും പോലും ഇല്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, കാരണം ഹസ്ബൻഡ് നമ്മളെ നാഷണൽ പെർമിറ്റ് ലോറി പൈസ തിന്നാൻ തുടങ്ങി. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വണ്ടി കുറെ കഴിയുന്ന സമയത്ത് പഴയതാവുന്നതിനനുസരിച്ച് വണ്ടി പിന്നെ നമ്മളെ തിന്നാൻ തുടങ്ങി. കാരണം പൈസ എങ്ങനെ പോകുന്ന ലോഡിന്റെ എമൗണ്ട് കംപ്ലീറ്റും ഈ ഒരു ലോറിക്ക് ചെലവാക്കാനേ കഴിയുള്ളൂ. അവസാനം ഹസ്ബൻഡ് പറഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യും, കടക്കാരെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. കടക്കാർ അല്ല, പുറമത്തെ ആൾക്കാരല്ല കേട്ടോ, ബാങ്ക് കാണുന്ന പലിശ, സ്വർണം പോകണ്ട. കാരണം ഞാൻ കുഞ്ഞിലെ ഇട്ട സ്വർണ്ണം അടക്കം ബാങ്കിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാലുള്ള വേദന ചെറുതെന്നല്ല. അങ്ങനെ അതിലേക്കും പലിശ അടച്ച് ഞങ്ങൾ മുടിയാൻ തുടങ്ങി. അങ്ങനെ കടം പെരുകി. ഈ സമയത്തും എല്ലാ തരത്തിലുള്ള ബാക്ക് സപ്പോർട്ട് ഞങ്ങൾക്കില്ലായിരുന്നു. എന്റെ പപ്പ മാത്രം ഒരു കൈവിരല് മാത്രം എനിക്ക് തന്നില്ല. പതിയെ ആ കൈവിരല് അഴയാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി കാണും, ഇവര് എങ്ങനെയും കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കാലാകാലം ഈ ഒരു കൈ ഇതേ നിൽപ്പന്നെ ആയിരിക്കുന്നെന്തോ തോന്നിക്കാണും. പതിയെ എന്റെ വീട്ടുകാരും ആ കൈ അഴയ്ക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞു. ഈ വിരല് മാത്രം, ഞങ്ങൾ 2 മാത്രം. എന്ത് ചെയ്യണം എന്ന് ഒരു എത്തും പിടിയില്ല. ആ ഇടയ്ക്കാണ് എനിക്ക് 2ാമത്തെ മോളുണ്ടായത്. 2ാമത്തെ മോളുണ്ടായ സമയത്ത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു 6 മാസം, എന്റെ മോള് ഉണ്ടായ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല, കടങ്ങൾ സഹിക്കാൻ വയ്യ, നമുക്ക് രക്ഷപ്പെടണം, ഞാൻ ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പൈസകൾ നുള്ളിപ്പെറുക്കി എടുത്ത് ഹസ്ബൻഡിനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെയെങ്കിൽ അവിടെ പോയിട്ടെങ്കിൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ളത്. ഈ സമയത്ത് ഞാൻ എന്റെ മോളെ, അതായത് എന്റെ മോളുണ്ടായി 1.5 മാസം കഴിഞ്ഞ് റെസ്റ്റ് പോലും എടുത്തിട്ടില്ല. 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ ബുട്ടിക്കില് വീണ്ടും വന്ന് നമ്മളെ ബുട്ടിക്ക് നോക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ ഏൽപ്പിച്ചു, എന്റെ പപ്പനെ ഏൽപ്പിച്ചു, നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഭംഗിയായിട്ട് ഇന്ന് എന്റെ പപ്പ ജീവിച്ചിരിപ്പില്ല. ഭംഗിയായിട്ട് ഒരു സ്ത്രീ എത്രത്തോളം ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നു ആ രീതിയിൽ എന്റെ പപ്പ എന്റെ മോളെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ പപ്പേനെ ഞാൻ ഏൽപ്പിച്ച് ഞാൻ വരും. അത് കഴിഞ്ഞിട്ട് പോകും. ഈ സമയത്തൊന്നും, പകൽ സമയത്തൊന്നും ആ ഒരു കുട്ടി ഫീഡ് പോലും ചെയ്യാത്തൊരവസ്ഥ. കാരണം ജീവിക്കണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം. കാരണം കടങ്ങൾ അത്രത്തോളം. ഹസ്ബൻഡ് ഗൾഫിൽ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു പണി ശരിയാവില്ല, ഭയങ്കരമായിട്ട് ലോഡ് കൂടുതലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അവിടുന്ന് നേരിടേണ്ടി വന്നു. അവസാനം ഇങ്ങോട്ട് പോലും പൈസ അയച്ചു തരാൻ പറ്റാത്ത അവസ്ഥ. ബുട്ടിക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? 2 കുട്ടികൾ, ഈ കുട്ടികൾക്ക് ഉള്ള ഭക്ഷണം എങ്കിലും വാങ്ങിക്കൊടുക്കണ്ടല്ലോ ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൈഡ് ബിസിനസ് ആയിട്ട് സോപ്പ്, അതേപോലെ ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് പല വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഫോൺ ചെയ്തിട്ട്, നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഫോൺ ചെയ്തിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് പോലും ഈ ഒരു കാര്യം അറിഞ്ഞില്ല. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ കാര്യം പറയാതെ, കാരണം പോക്കറ്റ് മണി ആയിട്ട് എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ.
അപ്പൊ ഞാൻ എന്താക്കി, ഇതേപോലെ സോപ്പ്, ഹാൻഡ് വാഷ്, അങ്ങനത്തെ പല സാധനം, പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ട് പല വീടുകളിലും ഞാൻ എത്തിച്ചു കൊടുത്ത് അതിൽ കിട്ടുന്ന തുച്ഛമായ പൈസ ഞാൻ സേവ് ചെയ്തിട്ട് എന്റെ മക്കൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. ഹസ്ബൻഡ് കൂടെ ഇല്ല, എന്ത് ചെയ്യും? ഹസ്ബൻഡ് പോയ സ്ഥലത്തും ജോലി ശരിയായില്ല. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ശരിയാവില്ല, എന്ത് ചെയ്യും എന്ന് മാത്രം ഒരു ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട, ഇത് നിർത്തിയേക്ക്, ഇനി എന്ത് വന്നാലും ശരി തിരിച്ചു പോരുന്നു. അങ്ങനെ തിരിച്ചു പോരാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ അവസാനം ഇവിടുന്ന് ടിക്കറ്റ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത ശേഷം ഹസ്ബൻഡ് നാട്ടിലെത്തിച്ച ശേഷം ചോദ്യചിഹ്നമായി കിടക്കുക. ഇനി എന്ത് മുന്നോട്ട്? 65 ലക്ഷം എന്നുള്ളത് കൂടി വരികയാണ്. അതൊന്നും ഒരു പൈസ പോലും കുറയുന്നില്ല. എന്ത് ചെയ്യും? ഒരു പിടിയിൽ എന്റെ രണ്ടാമത്തെ മോക്ക് 1.5 വയസ്സ്. എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയിൽ. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പേടിച്ചാണെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ അയച്ചിട്ടില്ല, കുട്ടിക്ക് നഷ്ടത്തിലാണ്. ഞാൻ കിട്ടുന്ന പൈസയൊന്നും കിട്ടായിട്ട് ഞാൻ ചെറിയൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഹോൾസെയിൽ ആയിട്ട് ഇതേപോലെ സോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ വീടുകളിൽ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ചങ്ക് പൊട്ടിയൊരു അവസ്ഥ. കാരണം ഏതോ ഒരു നല്ലൊരു നിലയിൽ നിൽക്കേണ്ട ഞങ്ങള് ഇന്ന് വീടുകളിൽ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എന്റെ ഭാര്യക്ക് ഈ ഒരു അവസ്ഥ വന്നു പോയല്ലോ, നമ്മൾക്ക് ഈ ഒരു അവസ്ഥ വന്നു പോയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രം. ഞാൻ പറഞ്ഞു എനിക്കൊരു അഭിമാനക്കുറവില്ല, നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് 2 മക്കളാണുള്ളത്, 2 മോളാണുള്ളത്, നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിച്ച് കാണിക്കണം, എന്തെങ്കിലും നമുക്കൊരു നല്ല കാലം വരുന്നതാണ്. അങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ഈ ഒരു ബിസിനസ് നമുക്ക് ഫുൾ ടൈം ആയിട്ട് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു. ഈ ഒരു സോപ്പ് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് നമുക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഡീപ്പായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാം. കാരണം എല്ലാവർക്കും ദൈനംദിനമായിട്ട് ആവശ്യമുള്ള സാധനമാണ് സോപ്പ്, അതേപോലെ സോപ്പ് പൊടി, അങ്ങനത്തെ പല സാധനങ്ങളും, പേസ്റ്റ് കാര്യങ്ങളൊക്കെ ദൈനംദിനം ആവശ്യമുള്ള സാധനമാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, 540 ജീപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ജീപ്പുകളിൽ എല്ലാ സാധനങ്ങളും നിറച്ചിട്ട് നമുക്ക് ഓരോ വീടുകളിലും എത്തിക്കാം, ഞാൻ പോവാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു മോശം, അപ്പൊ എനിക്കൊരു തരത്തിലും മോശമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി കിട്ടുന്ന തുച്ഛമായ പൈസയും കൊണ്ട് എങ്ങും എത്തില്ല. പലിശ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അതിനെക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ജൈത്ര യാത്ര തുടങ്ങുക. നമ്മളെ ബിസിനസ്, അതായത് ഹോൾസെയിൽ ആയിട്ട് സാധനം വാങ്ങി ഞങ്ങൾ ജൈത്ര യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളെ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായി ഞങ്ങൾ 2 ആൾ മാത്രമല്ലായിരുന്നു, എന്റെ 1.5 വയസ്സായ മോളും ഉണ്ടായിരുന്നു. എന്റെ പാലുകുടി പോലും മാറാത്ത എന്റെ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ സെയിൽസ് തുടങ്ങിയിരുന്നത്. അതിന് ഞങ്ങൾ ഓരോ വീട്ടിലും ഞങ്ങളെ മോളെ ഞാന് മോക്കാന്ന് വെച്ചാൽ ഫുൾ ടൈം എപ്പോഴും നല്ലോണം വിശപ്പ് കൂടുതലായിരുന്നു. അപ്പൊ എപ്പോഴും പാല് കുടിക്കണം. അപ്പൊ മോൾക്ക് പാല് കൊടുത്ത ശേഷം സീറ്റിൽ ഞങ്ങൾ കിടത്തു. 540 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജീപ്പാണ് അത്. പണ്ടത്തെ 80കളിലുള്ള ജീപ്പായിരുന്നു അത്. ഭയങ്കരമായിട്ട് ചൂട് കൂടുതലാണ്. ആ ചൂടത്ത് എന്റെ മോളെ ഞാൻ സീറ്റിൽ കിടത്തി, ഹസ്ബൻഡിന്റെ അടുത്ത് കിടത്തിയിട്ട് ഓരോ വീടുകളിൽ കൊണ്ടുപോയിട്ട് സോപ്പ്, അതേപോലെ പല സാധനങ്ങളും ഞാൻ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പൈസ ഒരു ദിവസം 10,000 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഭയങ്കര ഹാപ്പി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 5,000 രൂപയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല, ഭയങ്കര ഹാപ്പി. അത് ഞങ്ങൾ ദിവസം പോകുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ പ്രോഫിറ്റ് ഓരോന്നായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അതിലും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളെ ചതിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജീപ്പ് വീണ്ടും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പന്റെ കാലത്തുള്ള ജീപ്പാണ്, അതും കൊണ്ടാണ് പോകുന്നത്. ജീപ്പ് വീണ്ടും ചതിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ജീപ്പ് തിന്നാൻ തുടങ്ങി. ഇനി എന്ത് മുന്നോട്ട്? ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. ഈ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്, ഈ പാലുകുടി മാറാത്ത ഈ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. ഒരു രക്ഷയില്ല. ഇനി കംപ്ലീറ്റ് ബ്ലാങ്ക്, മൊത്തം നിർത്താം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വേണം, എന്ത് ചെയ്യുന്നു ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ഇനി ആത്മഹത്യ മാത്രമുള്ള രക്ഷ, വേറെ ഒന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ആൾക്കാരുടെ മുന്നിലുള്ള ഒറ്റപ്പെടല്, ഫാമിലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റപ്പെടല്, ആകെ കൂടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക്. ഒരാൾ പോലും ഒരു നല്ല വാക്ക് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും, നീ സങ്കടപ്പെടണ്ട, നിനക്കുണ്ട് ഒരു ദിവസം എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ലാത്ത അവസ്ഥ. ഞങ്ങൾ ഒഴിവ് സമയത്ത് നമ്മൾ ബീച്ചിൽ പോയിരിക്കും, കോഴിക്കോട് ബീച്ചിൽ പോയിരിക്കും. ബീച്ചിൽ പോയി ഇരുന്നിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഒഴിവ് സമയത്ത് ബീച്ചിൽ പോയി ഇരിക്കുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ ഒഴിവ് സമയത്ത് ബീച്ചിൽ പോയിരുന്ന സമയത്ത് മനസ്സിൽ ഫുള്ള് ആദ്യം കയറി ഇരിക്കുകയാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിനെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാള് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോ. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ മുന്നിലായാലും ഹസ്ബൻഡ് എന്റെ മുന്നിലായി പോസിറ്റീവ് എനർജി എപ്പോഴും ഞങ്ങൾ തമ്മിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലും ആദ്യം കയറിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ബീച്ചിൽ പോയി ഇരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഈ സമയത്തൊന്നും കടങ്ങളിലേക്ക് നമുക്ക് ഒരു പൈസ ചെലവാക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഞങ്ങൾ എന്താക്കി, നമ്മുടെ ബാങ്കിലുള്ള സ്വർണം കംപ്ലീറ്റും എടുത്ത്, കാരണം ഇതിൽ പലിശ ഇങ്ങനെ കെട്ടി കിട്ടുന്ന പൈസ ഒക്കെ പലിശയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ജ്വല്ലറിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരടുത്ത് പറഞ്ഞു ഈ ഗോൾഡ് കംപ്ലീറ്റ് ആയിട്ട് വിറ്റേക്ക്, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ മതി എന്നാണ്. അങ്ങനെ നോക്കിയ സമയത്ത് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെ കംപ്ലീറ്റ് സ്വർണ്ണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിറ്റ്, കഴുത്തിൽ ആകെ കൂടി താലി ചെയിനും ഇല്ല, താലിയുടെ ലോക്കറ്റ് മാത്രം, ഗോൾഡിൽ താലിയുടെ ലോക്കറ്റ് മാത്രം. കുടുംബങ്ങളിൽ പല ഫംഗ്ഷനിലും പോകുന്ന സമയത്ത് പരിഹാസങ്ങൾ മാത്രം. നിന്റെ കഴുത്തിൽ ഒന്നുമില്ലല്ലോ, എല്ലാരും മുന്നിൽ ചിരിച്ചു നിന്നതല്ലാതെ ഒരു തരത്തിലുള്ള സങ്കടം കാണിച്ചില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്തെങ്കിലും എനിക്കൊരു നല്ല കാലം വരുന്ന സമയത്തും ഒരു സ്വർണ്ണോ കാര്യമോ ഞാൻ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ ഞാൻ ജീവിക്കുള്ളൂ. എന്തെങ്കിലും ഒരു നല്ല കാലം വരുന്ന സമയത്ത് എന്നാട്ടോ ഞാൻ പറഞ്ഞത്, ഇതേപോലെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഭയങ്കരമായിട്ട് സങ്കടമായ സമയത്ത് നമ്മൾ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുക. ബീച്ചിൽ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഇനി എന്ത് നമ്മൾ ചെയ്യും, ഒരു പിടിയും കിട്ടുന്നില്ല, നിനക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടും. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രായമായ മനുഷ്യൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യം, ഒരു 5 മിനിറ്റ് ആ അറിയാത്ത ഒരാളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറയുന്ന പല കാര്യങ്ങളും മനസ്സിൽ തട്ടി വീട്ടിലെത്തിയ ശേഷം ഹസ്ബൻഡ് എന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ഇന്ന് ഒരു പ്രായമായ ഒരു മനുഷ്യൻ സംസാരിച്ച പല വാക്കുകളും. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ആ വാക്കുകൾ തന്നെയാണ് എന്റെ മനസ്സിൽ തട്ടിയത്. ഞങ്ങൾ രണ്ടാളെ മനസ്സിൽ ഒരേപോലെ ആ ഒരു പ്രായമായ മനുഷ്യന്റെ വാക്കുകൾ തട്ടി. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഇനി മുന്നോട്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണ്ടേ, ഇനി തിരിഞ്ഞ് ബാക്കിലേക്ക് ഒരു കാരണവശാലും നമുക്ക് നോക്കാൻ പാടില്ല. നമ്മുടെ തകർച്ചയുടെ ആ ഒരു വാക്ക് നമുക്ക് ഇനി പുറകോട്ട് നോക്കിയിട്ട് ഖേദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ബിസിനസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കയ്യിൽ ഒരു പൈസ ഇല്ല. എന്ത് ചെയ്യും? ആകെ കൂടി ബാങ്കൊക്കെ കൂടി തപ്പി പെറുക്കിയ സമയത്ത് 1000 രൂപ മാത്രം. അവസാനമായിട്ട് എന്റെ കയ്യിൽ സ്വർണം എന്ന് പറയാൻ താലിയുടെ ലോക്കറ്റ് മാത്രം. ഹസ്ബൻഡിന്റെ അടുത്ത് ആ താലിയുടെ ലോക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പണയം വെക്കാൻ പറഞ്ഞു. വിൽക്കണ്ട, പണയം വെക്കാം. ഹസ്ബൻഡ് പറഞ്ഞു, ആകെ കൂടി ഒരിക്കലും താലി പണയം വെക്കാൻ പാടില്ല പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ, കാരണം പരസ്പരമായിട്ടുള്ള ബന്ധം മാനസികമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ താലിക്ക് ഒരു മൂല്യം ഇല്ലാതായിപ്പോ. നമുക്ക് നമ്മളുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. നീ എന്റേതാണ്, ഞാൻ നിന്റേതാണ്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ താലിക്ക് അതിന്റെ മൂല്യം പോലും ഇല്ല, ഈ താലിയുടെ മൂല്യമില്ല. അത് ഞങ്ങൾ ആ ബാങ്കിലേക്ക് കൊണ്ടുപോയി വെച്ചു. 5000 രൂപ കിട്ടി. അന്നത്തെ സമയത്ത് കേട്ടോ, 5 വർഷങ്ങൾക്ക് മുന്നേ 5000 രൂപ ആ താലിക്ക് കിട്ടി, അരപ്പവൻ താലിക്ക്. അങ്ങനെ ആ താലി വെച്ചു. കയ്യിൽ ബാങ്കൊക്കെ കൂടി നുള്ളിപ്പെറുക്കിയ സമയത്ത് 1000 രൂപ 6000 രൂപ ഫസ്റ്റ് പ്രൊഡക്ഷന്റെ സ്റ്റോക്ക്. എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നപ്പോ ഒരു പ്രായമായ മനുഷ്യൻ പറഞ്ഞ പല വാക്കുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു എനർജി വെച്ചിട്ട് ഞങ്ങളുടെ സ്റ്റോക്ക് ഇറക്കി. നമ്മൾ നല്ലൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഓൾറെഡി നമ്മള് സോപ്പ് കാര്യങ്ങളൊക്കെ നമ്മള് സെയിൽ ചെയ്യുന്ന അതേ ബിസിനസ് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് 6000 രൂപ, താലി വെച്ച് കിട്ടിയ 5000 രൂപയും ബാങ്ക് കൂടി നുള്ളിപ്പെറുക്കി കിട്ടിയ 1000 രൂപ. 6000 രൂപയ്ക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോപ്പ് പൊടി എന്ന സാധനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു.
സോപ്പ് പൊടി സ്റ്റാർട്ട് ചെയ്തു. ആ സോപ്പ് പൊടി എന്നുള്ള ഇതിൽ ഞങ്ങള് സക്സസ് ആയി. അതിനുശേഷം നമുക്ക് അപ്കമിങ് ആയിട്ട് വരുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം, പല മൾട്ടിനാഷണൽ കമ്പനിന്റെ പ്രൊഡക്റ്റുകളും അറിയാം. ലിക്വിഡ് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു പ്രൊഡക്ഷനിലേക്ക് ഞങ്ങൾ മാറാൻ തുടങ്ങി. ഞങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ സക്സസ് ആയി. ഞങ്ങൾ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ കുറഞ്ഞ രീതിയിൽ ഒരു ചെറിയൊരു റൂം മാത്രം, ഒരു കുഞ്ഞു റൂമിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഞങ്ങളെ ബിസിനസ്. അത് ഞങ്ങൾ ആ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി തലേ ദിവസം രാത്രി ഞങ്ങൾ ഉണ്ടാക്കി പിറ്റേ ദിവസം ഞങ്ങൾ തന്നെ പോവാണ്, നമ്മുടെ 540 എടുത്ത് പോവാണ് വീടുകളിൽ. അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണെന്നുള്ള അഭിമാനത്തോടു കൂടി ഓരോ വീടുകളിലും ചെന്നിട്ട് ഞങ്ങൾ ആ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇന്ന് പല മൾട്ടിനാഷണൽ കമ്പനികളും ഇറക്കിയ അതേ ബ്രാൻഡ്, അതേ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനങ്ങള് അന്ന് 5 വർഷം മുന്നേ ആർക്കും അറിയില്ലായിരുന്നു. ഒരു വ്യക്തിക്ക് പോലും അറിയില്ലായിരുന്നു ഇത് എന്താ, ഈ ലിക്വിഡ് ഡിറ്റർജന്റ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് ഞാനാണ് ഹസ്ബൻഡ് ഓരോ വീടുകളുടെ മുന്നിൽ വണ്ടി നിർത്തും. ഞാൻ എന്റെ കൊച്ചിനെ ജീപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ വീടുകളിൽ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളുടെ ബിസിനസ് വളർത്താൻ തുടങ്ങി. പതിയെ പതിയെ ഞങ്ങളുടെ ഉയർച്ചകൾ കൂടി. അങ്ങനെ 540 ഞങ്ങൾക്ക് പണി തരും എന്ന് കണ്ട സമയത്ത് 540 ഞങ്ങള് വീട്ടിൽ തന്നെ മുറ്റത്ത് തന്നെ ഒതുക്കി വെച്ച് പുതിയൊരു വണ്ടി വാങ്ങി, പുതിയൊരു ഗുഡ്സ് വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ പുതിയ വണ്ടി നമ്മുടെ ഷോറൂമിൽ നിന്ന് ടാറ്റയുടെ വണ്ടി തന്നെ നമ്മൾ ഇറക്കി, നമ്മളെ ഗുഡ്സ് ഇറക്കി. ആദ്യത്തെ ഞങ്ങളുടെ വണ്ടി അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോയി. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. കാരണം വെച്ചാൽ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഞങ്ങളുടെ ആദ്യത്തെ പടികൾ ചവിട്ടാൻ തുടങ്ങി. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ആലോചിക്കണം, എന്റെ മോളുടെ എഡ്യൂക്കേഷന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആക്കിയില്ല. അന്നത്തെ സമയത്ത് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന്. അതായത് 10 വർഷം മുന്നേ ഗവൺമെന്റ് വിദ്യാഭ്യാസം വളരെ താഴോട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സമയത്തല്ല, ഇന്ന് വളരെ മെച്ചപ്പെട്ട ഗവൺമെന്റ് വിദ്യാഭ്യാസമാണ് എല്ലാവർക്കും നേടിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ സമയത്ത് ഗവൺമെന്റ് വിദ്യാഭ്യാസം കുറച്ച് താഴേക്കിടെ പോയ സമയത്തും എന്റെ മോളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ്, നല്ല ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ ഞങ്ങൾ ചേർത്ത് എത്ര കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നാളെ നമുക്ക് ഒരു നല്ല കാലം വരുന്ന സമയത്ത് എന്റെ മോളുടെ വിദ്യാഭ്യാസം ഇല്ലാതായി പോവോ എന്നുള്ള ഒരു സങ്കടം അന്ന് തന്നെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കഷ്ടപ്പാടിൽ എന്റെ മോളുടെ വിദ്യാഭ്യാസം ഞാൻ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി ഞങ്ങൾ ഇറക്കി. ഞങ്ങൾ തന്നെയാണ് പ്രൊഡക്ഷൻ, ഞങ്ങൾ തന്നെയാണ് സെയിൽസ്, ഞങ്ങൾ തന്നെയാണ് സപ്ലൈ. ഓരോ വീടുകളിൽ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് വാങ്ങി. പിറ്റേത്തെ മാസം, ഒരു മാസത്തേക്ക് ആണ് ഓരോ വീടുകൾക്കും ആ ഒരു പ്രൊഡക്റ്റ് 5 കിലോന്റെ പ്രൊഡക്റ്റ് ആണ് വാങ്ങിയത്. വളരെ തുച്ഛമായി 120 രൂപയ്ക്കായിരുന്നു 5 കിലോ സാധനം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ ആൾക്കാർക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇല്ലാതെ തുണി വാഷ് ചെയ്യാൻ പറ്റില്ല, പാത്രം കഴുകാൻ പറ്റില്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റുകളും കൂടി വന്നു. അതായത് പല പ്രൊഡക്റ്റുകളായി മാറി. ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ പല പ്രൊഡക്റ്റുകളായി മാറി. ഇതൊന്നും ഇല്ലാതെ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ തന്നെ പോയി സെയിൽ ചെയ്യും. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെ കാത്തു നിൽക്കാൻ തുടങ്ങി. പിന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ എന്താ വരാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഓരോരോ പടിപടിയായിട്ട് ഞങ്ങളുടെ ഉയർച്ച വളരെ പെട്ടെന്ന്. അങ്ങനെ പതിയെ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഞങ്ങൾ തീർത്തു. വെറും 2 വർഷം കൊണ്ട് തന്നെ ഞങ്ങളുടെ 65 ലക്ഷം എന്നുള്ള ആ ഒരു വലിയ ബാധ്യത ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ടു. ഊണില്ല ഉറക്കില്ല എന്ന് തന്നെ പറയാം. പകല് ഇതേപോലെ സെയിൽസിന് പോകും, രാത്രി ഞങ്ങൾ പ്രൊഡക്ഷൻ ഇതാക്കും. ഇങ്ങനെയൊക്കെ വെറും 2 മണിക്കൂർ 2-3 മണിക്കൂർ മാത്രം ഉറക്കം, വെറും റെസ്റ്റ് മാത്രം. ബാക്കിയുള്ള സമയത്ത് കംപ്ലീറ്റ് ഹാർഡ് വർക്ക് ചെയ്തു. കാരണം ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കട ഒരു ദിവസം മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. അത് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. 2 വർഷം കൊണ്ട് തന്നെ ഞങ്ങളുടെ 65 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു ബാധ്യത ഞങ്ങൾ തീർത്തു. അങ്ങനെ പടിപടിയായിട്ട് ഞങ്ങളുടെ ബിസിനസ് വളർന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടികളുടെ എണ്ണവും സ്റ്റാഫിന്റെ എണ്ണവും കൂടി. അങ്ങനെ പതിയെ പ്രൊഡക്ഷൻ മാത്രം ഞങ്ങൾ കൈകാര്യം ചെയ്യും. ബാക്കി പാക്കിങ്, ഫില്ലിങ് കാര്യങ്ങളൊക്കെ പതിയെ സ്റ്റാഫിനെ ഏൽപ്പിച്ചു. ആ സ്റ്റാഫിന്റെ എണ്ണം കൂടി വന്നു. ഇന്നും പല മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ ബ്രാൻഡ് അന്നൊന്നും പറഞ്ഞാൽ ബ്രാൻഡിന്റെ പേരിലല്ലായിരുന്നു ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്ത് ബൾക്കായിട്ടായിരുന്നു സപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് പേരില്ല, ഒരു കാര്യങ്ങളും ഇല്ല, ഒരു തരത്തിലുള്ള ബ്രാൻഡോ കാര്യങ്ങളോ ഇങ്ങനെ ഒരു ലാബിൽ പോലും ഇല്ലാതെ ഞങ്ങൾ സാധനം കൊടുത്തോണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേരിൽ തന്നെ ഞങ്ങൾ അറിയപ്പെടണം എന്ന് പറഞ്ഞാൽ ബൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അധികമാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങളൊരു പേരിട്ടു, ബ്രൈറ്റ് ഇന്റർനാഷണൽ എന്നൊരു പേരിട്ടു. ഒന്നും പറയാനില്ല. ഇപ്പൊ ചോദിക്കുക, ആൾക്കാർ ചോദിക്കുക ബ്രൈറ്റിന്റെ പ്രൊഡക്റ്റ് വേണം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു. അങ്ങനെ പതിയെ ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർത്ത് ഞങ്ങളിപ്പോ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് നിനക്ക് എന്താണ് നിനക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ എം സോ ഹാപ്പി എന്നാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇത്രയും വളർച്ച എത്തിയിട്ടും നിനക്ക് നിന്റെ ജോലിക്ക് എടുക്കാൻ നിനക്ക് താല്പര്യമുണ്ട്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഷെഫാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഷെഫാണ്. അപ്പൊ ആ ഒരു ലേബലിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. കാരണം എന്റെ പാഷൻ, എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആ ഷെഫ് എന്നുള്ള ആ ഒരു പേരിനോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹം സാധിക്കണം എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ. അപ്പൊ മനസ്സിൽ ആകെ കൂടി ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ പോലെ കഷ്ടപ്പെടുന്ന പല വീട്ടമ്മമാരുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള പല വീട്ടമ്മമാരുണ്ട്. അവർക്കൊരു ദൈനംദിന ജോലി, അതായത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആക്കി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ. കാരണം ഞാൻ എത്രത്തോളം എന്റെ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റിയത്. അപ്പം എനിക്ക് തോന്നി എന്നെ പോലെ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വീട്ടമ്മമാർ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ ഓൺലൈൻ ക്ലാസ് ഇവർക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അന്ന് യൂട്യൂബിലേക്ക് പോലും ഞാൻ വന്നിട്ട് പോലും ഇല്ല, യൂട്യൂബ് എന്താണ് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് കൂടെ പല വീട്ടമ്മമാർക്കും വളരെ തുച്ഛമായ ഫീസ് വാങ്ങിയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ട്രെയിനിങ് വളരെ അധികം സക്സസ്ഫുള്ളോട് കൂടി പോയി. അങ്ങനെ ബൈ ചാൻസ് ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യം, ബൈ ചാൻസ് എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഷെഫിനെ പരിചയപ്പെട്ടു. ആ ഷെഫും എന്റെ സ്റ്റുഡന്റ് ആയിട്ട് ചേരാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് കോഴ്സിന്റെ സ്റ്റുഡന്റ് ആയിട്ട് വന്നാണ്, എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആള്. ഞാൻ ആരാ എന്താണെന്ന് പോലും അറിയാതെയാണ് എനിക്ക് വരുന്ന ആ ഒരു കോള് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അറിയുന്ന ആളാണ്, എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരന്റെ പേര് ഇന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ്. കാരണം ഇന്ന് ഞാൻ റീനാസ് കലവറ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാനുള്ള ആ ഒരു വ്യക്തി ഈ ലാലു ചേട്ടനാണ്, ലാലു തോമസ് എന്നാണ്, ഷെഫ് ലാലു തോമസ് ആണ്. പുള്ളി അടുത്ത് പറഞ്ഞു, നിനക്ക് നിന്റെ ഈ ഒരു പേര് നിനക്ക് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ, നിന്റെ ഈ ഒരു പോസിറ്റീവ് എനർജി പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ നീ എന്തായാലും തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിലേക്ക് നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ, അവരുടെ നിർബന്ധപ്രകാരം യൂട്യൂബ് എന്താന്ന് പോലും അറിയാത്ത ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നു. വളരെ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്തെങ്കിലും ക്ലിക്ക് ആയിട്ടില്ല, എന്തോ അറിയില്ല, ബൈ ചാൻസ് ക്ലിക്ക് ആയിട്ടില്ല. അങ്ങനെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഒന്നും പറയണ്ട, ഒരുപാട് പേര് നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇന്ന് ഞാൻ ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ഒന്നോ രണ്ടോ അല്ല 7000-ൽ പരം വീട്ടമ്മമാർക്ക് ഇന്ന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ വഴി. കേരളത്തിലല്ല, പല ഭാഷകളിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പല വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ ഇന്ന് എന്റെ സ്റ്റുഡന്റ് ആണ്. അതിൽ പ്രായം കുറഞ്ഞവരില്ല. 4ാം ക്ലാസ് മുതൽ 62 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് ഞാൻ ഇന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നു, വളരെ അഭിമാനത്തോടു കൂടി. അവർക്ക് ഞാൻ വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഞാൻ ഈടാക്കുന്നുള്ളൂ. ഈ ഫീസ് ഈടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവർക്ക് തോന്നണം ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് വെറും 350 രൂപ കൊടുത്തിട്ട് ഞാൻ ഈ ട്രെയിനിങ് ക്ലാസ് ഞാൻ ഇന്ന് ഓൺലൈനായിട്ട് കൊടുക്കുന്നു. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണെന്ന് കാരണം വെച്ചാൽ എനിക്ക് വരുന്ന ഓരോ മെസ്സേജ്, ഓരോ കോള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരുടെ വീട്ടിലെ ഒരു വ്യക്തി ആയി എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.
കാരണം വെച്ചാൽ അതിൽ പരം സന്തോഷം എനിക്കില്ല. കൂടാതെ എന്റെ ബിസിനസ്സും ഇന്ന് ഞാൻ അറിയപ്പെടുന്ന, അതായത് പല മേഖലയിലും അറിയപ്പെടുന്നതെങ്കിലും എന്റെ തൊഴിലിനെ ഞാൻ ഇന്ന് വരെ ഇതാക്കില്ല. ഞാൻ വന്ന വഴികൾ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ഇന്നും ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ എന്റെ പിള്ളേരുടെ കാര്യം കഴിഞ്ഞ് 12 മണിയാവുന്ന സമയത്ത് എല്ലാ വണ്ടികളും എന്റെ ഹസ്ബൻഡ് റൂട്ടിലേക്ക് പോകുന്ന എല്ലാ സെയിൽസ്മാനെയും പറഞ്ഞയച്ച ശേഷം ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയ വണ്ടി എടുത്തിട്ട് ഇന്നും കോഴിക്കോട് മാർക്കറ്റിൽ ഞങ്ങൾക്ക് അറിയാത്ത മാർക്കറ്റുകളില്ല. ഇന്നും അതേ ജോലി ഞങ്ങൾ എടുക്കുന്നു, സെയിൽസ് സപ്ലൈ കാര്യങ്ങൾ. ഇന്നും കയ്യിൽ അതേ ബോക്സ് കാര്യം എടുത്തിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും ഇന്നും മുക്കം എന്ന് പറയുന്ന നാടുകൾ, മുക്കം, താമരശ്ശേരി, കോഴിക്കോട്, അങ്ങനെ പറയേണ്ട കോഴിക്കോടുള്ള പല മാർക്കറ്റുകളിലും ഇന്നും ഞങ്ങളെ കാണാം. കാരണം ചെയ്ത ജോലി, കാരണം ഇത്രയ്ക്ക്, കാരണം ഇന്നും ഒരുപാട് സ്റ്റാഫ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ വന്ന വഴി ഒരിക്കലും ഞങ്ങൾ മറന്നിട്ടില്ല. ഇന്നും ഞങ്ങളുടെ സ്റ്റാഫിനെ പോലെ തന്നെയാണ് ഞങ്ങൾ ജോലി എടുക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള വ്യത്യാസമൊന്നും ഞങ്ങൾ വരുത്തില്ല. ആ തൊഴിലാളികളെ പോലെ തന്നെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. പെണ്ണാണ് ഞാനൊരു പെണ്ണാണ്, വീട്ടിൽ ഒതുങ്ങിയിരിക്കണോ, എനിക്ക് സെയിൽസ് പറ്റില്ല. പക്ഷെ അല്ല, ഇന്നും ഞാൻ മാർക്കറ്റിൽ സെയിൽസ് ആയിട്ട് തന്നെ ഞാൻ പോകുന്നുണ്ട്. കയ്യിലൊരു ബാഗും നമ്മുടെ ബിൽ ബുക്കും ആയിട്ട് ഇന്നും പല സൂപ്പർ മാർക്കറ്റിലും ഞാൻ കയറി ചെല്ലാണ്ട് ദിവസം. ഇത് തന്നെയാണ് എന്റെ റൂട്ടീൻ. രാവിലെ 12 മണി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് 7 മണിക്കാണ്. ദിവസവും ഞാൻ എന്റെ സപ്ലൈക്ക് ഞാനും എന്റെ ഹസ്ബൻഡും നമ്മുടെ ആദ്യത്തെ വണ്ടിയിൽ ഉള്ള ജൈത്ര യാത്ര ഇന്നും തുടരുന്നുണ്ട്. എല്ലാവരോടും കൂടിയിട്ട് എനിക്ക് ഒരു കാര്യം, എന്റെ ഈ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ഓരോരോ ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി തരണം എന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ പല വീട്ടമ്മമാരും അതേപോലെ പല ഫാമിലിയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ കുറഞ്ഞ പ്രായം 20 വയസ്സ്, 18ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 20ാം വയസ്സിൽ എത്തിച്ചെന്ന ഇത്രയും വലിയ ബാധ്യത ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ തീർത്തെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും കാണും. പക്ഷെ അത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, എല്ലാവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഇന്നും, ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേരിലല്ല ഞാൻ അറിയപ്പെടുന്നത്. സഹന എന്നുള്ള ആ ഒരു പേര് ഞാൻ മറന്നിരിക്കുന്നു. അതെ, ഞാൻ നിങ്ങളിലെ റീനാസ് കലവറിലെ റീന തന്നെയായിട്ടാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്കുമല്ല ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എവിടെയോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ലൂപ്പ് ഹോൾ അവിടെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതം സക്സസ്ഫുൾ ആണ്. അപ്പം എല്ലാവരും നല്ല പോസിറ്റീവ്, തളർന്നു പോയത് ഒരു കാരണവശാലും തളർന്നു പോയി. ഞങ്ങൾ അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ എങ്ങും എത്തില്ലായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പല കാര്യങ്ങളും നേരിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ബ്രൈറ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഫേം ഉണ്ടാവില്ലായിരുന്നു. റീനാസ് കലവറ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഉണ്ടാവില്ലായിരുന്നു. ഈ റീന ആരാന്ന് പോലും നിങ്ങൾക്ക് ആർക്കും അറിയപ്പെടും പോലില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനൊരു സക്സസ്ഫുൾ വുമൺ തന്നെ പറയാം. ഞാനൊരു നല്ലൊരു ട്രെയിനർ ആണെന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് വരുന്ന ഓരോ കമന്റ്സും കാര്യങ്ങളും എനിക്ക് പറയില്ല, എനിക്ക് അത്രയ്ക്കും മനസ്സ് തട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ള വഴികൾ കൂടെ ഒരാളും കഷ്ടപ്പെടരുത്. ഞാൻ എന്റെ സപ്പോർട്ടിൽ ഒരാൾ തളർന്നു പോകുന്ന സമയത്ത് ഞാൻ കൈ പിടിച്ചു കൊടുക്കാണ്. എവിടെ തളർന്നു പോരുത്, ഞാനുണ്ട് നിങ്ങൾക്ക് ഹെൽപ്പിന്. നിങ്ങൾക്ക് തുടങ്ങാം വീട്ടിലൊരു നല്ലൊരു ബിസിനസ്. ഇന്ന് ഞാൻ നല്ല അഭിമാനത്തോടു കൂടിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ബ്രൈറ്റ് ഇന്റർനാഷണൽ എന്ന ഈ ഒരു കമ്പനിയുടെ ഒരു ഓണറായിട്ടും ഒരു ബിസിനസ് ട്രെയിനറായിട്ടും പൊതുപ്രവർത്തകയായിട്ടും ഞാൻ ഇന്ന് തിളങ്ങണമെങ്കിൽ എനിക്ക് എന്റെ സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു so much. Tell us what you think about this video and don't forget to like, share and subscribe.